ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങളെ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ വെള്ളം അടിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. എൻ്റെ പറമ്പെല്ലാം ഉണങ്ങി കരിഞ്ഞു വേണ്ട. മോട്ടർ ശരിയായതുകൊണ്ട് ഞാനിപ്പം വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ അതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഒന്ന് കാണാമല്ലോ, നമുക്കൊന്ന് കാണിച്ചു തരാമല്ലോ. എല്ലാം എൻ്റെ പറമ്പ് തേച്ചും പോയി. ഇനി ഇത് തേച്ച് മുക്കണം. അത്ര ഒരു ദിവസം ഉണ്ടായാലൊന്നും ഇത് മുക്കി കഴിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ നനച്ച് മുക്കണം. നല്ലപോലെ പറമ്പ് നല്ല കുളിർമ വരണം. കായ്ക്കും എല്ലാം അടിക്കണം. കൊലയെല്ലാം പോയി നമുക്ക് കൊലയെല്ലാം നല്ലപോലെ ഇനിയൊരു വേഗം പാഞ്ഞു പോകും. കഴുങ്ങെല്ലാം ഒരു പഴുപ്പ് പിടിച്ച പോലെ ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിവിടെ അടിക്കാൻ വേണ്ടി നമുക്ക് കാണിച്ചില്ല. അതൊന്ന് നമുക്ക് നോക്കാമല്ലോ. അതിൻ്റെ ചീര ഇനി വേഗം ഉഷാറായിട്ട് പോയാൽ അതിന് കുറച്ചും കൂടി പറിച്ച് നടാനുണ്ട്. അത് പറിച്ച് നട്ടിട്ട് ബാക്കി അവിടെ തന്നെ വെക്കാം. കണ്ടില്ലേ, ആ നിത്യവഴുതിന് പൂത്ത് തുടങ്ങി കായ് ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പം കുമ്പളങ്ങ മത്തനവിടെ നട്ടത് അതിന് നല്ലോണം ഉണ്ടാകുന്നുണ്ട്. ഒക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ, അതിനാണ് ഞാനിപ്പം ഈ വെള്ളം അടിക്കുന്നത്. എൻ്റെ കഷ്ടപ്പാടെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാം കാണാമല്ലോ വെച്ചിട്ട് ഒന്നൊന്നായിട്ട് കാണണ്ട, എല്ലാം കണ്ടുവിട്ടെ. അതുകൊണ്ട് ഞാനൊന്ന് ഇതും കൂടി അടിച്ചു തരും, നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ വെള്ളം നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എണീറ്റ് പോയിക്കോളൂ. അവർക്ക് നല്ല സന്തോഷം വന്നു. ഇന്നലെ ഞാൻ അടിച്ചത് മുതലേ വലിയൊരു സന്തോഷം വന്ന് എല്ലാവരും തലയേറ്റ് നോക്കാൻ തുടങ്ങി. ഇനിയിപ്പം നല്ലപോലെ എല്ലാം ഉണങ്ങി കരിഞ്ഞ പോലെ ആയിപ്പോയി. ഇനി കഴുങ്ങടക്കം എല്ലാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എല്ലാം നല്ലപോലെ അടിക്കണം. ആദ്യത്തെ പ്രാവശ്യം നല്ലപോലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചേരിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരാഴ്ചക്ക് ഒരു ദിവസം അടിച്ചാൽ മതിയോ. ഇത് തീരെ ഇല്ലാണ്ടായിപ്പോയിട്ടാ. ഇങ്ങനെ ഞാൻ എൻ്റെ പറമ്പ് ഇങ്ങനെ നോക്കിയില്ല, നല്ല വൃത്തിയിൽ കൊണ്ടെടുത്തില്ല. നല്ല പച്ചപ്പ് ഒരിക്കലും മാറില്ല. ഒരിക്കലും എൻ്റെ പറമ്പ് അടുക്കയില്ല. ഇക്കെല്ലാന്ന് ഉണങ്ങിപ്പോയത്. ഉണങ്ങി നാശമായിപ്പോയി. എപ്പം പച്ചപ്പായിരിക്കും. അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, അതേപോലെ ഒരു വെള്ളം പൂമ്പിലേക്ക് അവരെ ഒരു സന്തോഷം കാണില്ലേ, അവർക്കുള്ളതായ ഒരു സന്തോഷം കണ്ട എത്ര നല്ല സന്തോഷമാണെന്നറിയാം. ഇത് കണ്ട, ഇനി ഇവിടെയെല്ലാം പച്ചക്കറി എടുത്തിട്ട് ഇട്ടോട്ട് വെക്കണം. അതിനാണ് ഇതിപ്പം ഞാനിവിടെ വെള്ളം ഒട്ടാകെ നനയ്ക്കുന്നത്. അപ്പം അതിൽ കുറേ പച്ചക്കറി എടുത്തിട്ട് ഇങ്ങനത്തേൽക്കോട്ട് കൊണ്ടുവച്ചാലേ ഇവിടെ ഇങ്ങനെ വെയിലുണ്ടാവും, നല്ലപോലെ നന്നാവും. എല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാറ് കാണുന്നില്ല. എല്ലാം ഉണങ്ങി കരിഞ്ഞിട്ട്
ഇതാ തേങ്ങയെല്ലാം അടിഞ്ഞു കഴിഞ്ഞു. പറമ്പൊട്ടാകെ നനയും. ഇങ്ങനെ അടിച്ചാലെന്ന് അറിയാം പറമ്പ് തേച്ച് നനഞ്ഞോളൂ. അതിന് നല്ല ഒരു മണ്ണ്, ഒരു കരിഞ്ഞ മണം വരുന്നു ഈ വെള്ളം വീഴുമ്പോൾ. ഇത് മണ്ണ്, പൊടിമണ്ണ്, അല്ലാത്തൊരു കരിഞ്ഞ മണം വരും പോലെ. കുറേ നാളായില്ലേ നനക്കുകയേ ചെയ്യാതെ. അതിൽ എല്ലാം പഴുപ്പ് വന്ന് ഉണങ്ങിത്തങ്ങി കണ്ട. അല്ല ഇനി അത് നല്ല ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല ഉഷാറാവും, നല്ല പച്ചപ്പ് വരും. കണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ എൻ്റെ പച്ചക്കറീൻ്റെ എല്ലാം വെള്ളമടിച്ച് കൊടുക്കലും എല്ലാം കണ്ടല്ലോ. ഇത് കണ്ട. ഇനിയിപ്പം ഞാനിത് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോട്ടെ, കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോട്ടെ. ഇത് കണ്ടില്ലേ, ഇതാ ഇപ്പോൾ ഇടിയെല്ലാം ആയി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ. ഇത് വലിച്ചിട്ട് പോട്ടെ, നിറഞ്ഞു പോയാൽ പിന്നെ വലിക്കാൻ പ്രയാസമാണ്. കണ്ട. ഇങ്ങനെ വലിച്ചിട്ട് വേണം കൊണ്ടുപോകണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പച്ചക്കറിക്കും കൂടി നല്ല ഉഷാറാവും, നല്ല തണുപ്പ് വരില്ലേ. മഴക്കാലത്തുള്ള പോലെ തന്നെ പച്ചക്കറിയെല്ലാം നല്ലോണം വളരുകയും ചെയ്യും. ആ വാഴയെല്ലാം കണ്ട എല്ലാം ഉണങ്ങി കരിഞ്ഞ് നാശായിപ്പോയി. കുറേ വാഴ പൊരിഞ്ഞ് കിട്ടി വീണിട്ട് നേന്ത്രവാഴയിൽ തേച്ച് പോയിപ്പോയി വെള്ളമില്ലാതെ കൊണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് മോട്ടറിൻ്റെ ഭയങ്കര പ്രശ്നം എനിക്ക് വന്നത്. കണ്ട ഉണങ്ങിപ്പോയിട്ട് കണ്ട, ഒടിയാൻ തുടങ്ങി. ഇതാ കണ്ടില്ലേ, കുറച്ചുകൂടി നിങ്ങൾ കാണിച്ചിട്ട് മതിയാക്കാം. അവിടെ ഒരു കൊലയുണ്ട്, ആ കൊലക്ക് മേലെ അടിച്ചെങ്കിൽ ആ കായ് വേണം കിട്ടില്ല. നല്ല കായായി കിട്ടിയില്ലെങ്കിൽ വലിയ കൊലയത്, അതിനിങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കണം. ഇന്നലെ ഞാൻ 2 മണിക്കൂർ മുന്നേ 2-3 മണിക്കൂർ വെച്ചിട്ട് ഇനി തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി പ്രശ്നമില്ല. ഇതാണ്
കാണിച്ചില്ലേ, ഇവിടെ ഒരു ചാമ്പങ്ങയുണ്ട് കണ്ട, ചാമ്പങ്ങ അത് പൂക്കുന്നുണ്ട്. അതിനും കൂടി നനച്ചു കൊടുക്കുക. അതെല്ലാം കരിഞ്ഞു പോയി, കഴിഞ്ഞാലും വെള്ളം നനക്കുന്നേ, അതെല്ലാം പൂക്കാൻ തുടങ്ങി, പൂക്കുന്നുണ്ട്. വെള്ളമില്ലാതെ കൊണ്ടാണ് പൂക്കാണ്ടായിപ്പോയത്. കണ്ടോ, നേന്ത്രവാഴയെല്ലാം തേച്ചും പോയിപ്പോയി, ഒടിഞ്ഞിട്ട് പോയിപ്പോയി. കൊലച്ചതിന് ശേഷമാണ് ഒടിഞ്ഞു പോയത്. ഇതെല്ലാം കഴിഞ്ഞാലും നട്ട നേന്ത്രവാഴയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. നാളെ വേറെ വീഡിയോ